Dear students, welcome to RANS Learning Portal. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സൊല്യൂഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എല്ലാ എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഷോർട്ടായിട്ട് മനസ്സിലാക്കാം. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻസ് ഓൺ എന്തിനെന്നറിയോ? അത് എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ നമ്പർ ഓഫ് മോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് സൊല്യൂട്ട് ആരാണ് എന്നതിന് പ്രസക്തി ഇല്ല, അത് എത്രയാണ് എന്നാണ് പ്രസക്തി. സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒരു മോള് യൂറിയ വെള്ളത്തിലിട്ടാലും ഒരു മോള് ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ടാലും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി സെയിം ആണ്. എന്താ കാരണം? രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോള് 1 ആയതുകൊണ്ട്. ഒരു മോള് യൂറിയ വെള്ളത്തിലിട്ടാൽ 2 മോള് യൂറിയ വെള്ളത്തിലിട്ടാൽ അതിൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആണ്. എന്താ കാരണം? ഒന്ന് 1 മോളാണ്, ഒന്ന് 2 മോളാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ആണോ യൂറിയ ആണോ എന്നതിനല്ല പ്രസക്തി, അതിൻ്റെ എമൗണ്ടിനാണ് പ്രസക്തി. ഇങ്ങനെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ പേരാണെങ്കിലും നമുക്ക് അതിന്റെ ബേസിക് ധാരണ ഉണ്ടാക്കിയാൽ മതി. ഒന്ന്, നിങ്ങൾ സൊല്യൂട്ടിന്റെ എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയും. സോ വേപ്പർ പ്രഷർ കുറയുക എന്നത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിനെ നമ്മൾ റിലേറ്റീവ്, ഞാൻ ഷോർട്ടാക്കിയതാണ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കും. ബേസിക്കലി ഇത്ര മനസ്സിലായാൽ മതി. സൊല്യൂട്ട് ഇട്ടാൽ വേപ്പർ പ്രഷർ കുറയും. അടുത്തത്, സൊല്യൂട്ടിന്റെ അളവ് കൂട്ടിയാൽ ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. സോ ബോയിലിംഗ് പോയിന്റ് കൂടുക എന്നത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിന് നമ്മൾ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കും. ബോയിലിംഗ് പോയിന്റ് കൂടുക. 3, സൊല്യൂട്ടിന്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് ഒരാളുടെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. സോ ഫ്രീസിംഗ് പോയിന്റ് കുറയുക എന്നത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിനെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കും. നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ പേര് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ്. ആ ഓസ്മോട്ടിക് പ്രഷർ സ്വയം ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിനെ കൂടെ കൂടുക എന്നോ കുറയുക എന്നോ പറയേണ്ട ആവശ്യമില്ല, പൈ എന്നാണ് പറയുക. അപ്പോൾ സൊല്യൂട്ടിന്റെ അളവ് കൂട്ടിയാൽ ഈ പൈ കൂടുമെന്ന് വെച്ചാൽ കൂടും, ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റ്സെൽഫ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. വേപ്പർ പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, വേപ്പർ പ്രഷറിന്റെ ലോവറിംഗ് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ബോയിലിംഗ് പോയിന്റ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, ബോയിലിംഗ് പോയിന്റിന്റെ എലവേഷൻ ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഫ്രീസിംഗ് പോയിന്റ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, അതിന്റെ ഡിപ്രഷൻ ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്നാൽ ഓസ്മോട്ടിക് പ്രഷർ ഇറ്റ്സെൽഫ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ധാരണ. ഇനി പ്രോബ്ലം ചെയ്യാൻ 4 വേണ്ട ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. 1, നമുക്ക് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി എന്ന സിമ്പിൾ കൊടുക്കും. അതിനെ P10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കൈറ്റ് കിട്ടും, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കിട്ടും. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. അത് കാണണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു മൊളാലിറ്റി ചെയ്താൽ മതി. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ആണ്. അത് കാണണമെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഇൻറ്റു അഗെയിൻ മൊളാലിറ്റി ചെയ്താൽ മതി. പൈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് കാണണമെങ്കിൽ MRT ചെയ്താൽ മതി. ഇതാണ് ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ ബേസിക് ഇക്വേഷൻ. എന്നാൽ ഇവർക്കൊക്കെ ഡീറ്റെയിൽഡ് ഇക്വേഷൻസ് ഉണ്ട്,
പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നും 4 ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്നും അത് എങ്ങനെ വന്നു എന്നും അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കലാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതേ വീഡിയോസിന്റെ കണ്ടിന്യൂഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.